പ്രധാന വാർത്തകൾ. കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നതയ്ക്കിടെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. നിലനിൽക്കുന്ന വോട്ടെടുപ്പിനും സാധ്യത. കോൺഗ്രസ് അനുകൂല നിലപാടിൽ യെച്ചൂരിയെ പിന്തുണച്ച് VS-ഉം തോമസ് ഐസക്കും. സോളാർ തുടരന്വേഷണത്തിനുള്ള പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിന്ന്. ഉത്തരവിൽ കർശന നിർദ്ദേശങ്ങളെന്ന സൂചന. അന്വേഷണ സംഘത്തലവൻ DGP രാജേഷ് ദിവാൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചുള്ള UDF-ന്റെ ഹർത്താൽ ആരംഭിച്ചു. കോടതി നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാനത്താകെ കനത്ത സുരക്ഷ. ചരിത്രത്തിലാദ്യമായി പിണറായി വിജയൻ ശബരിമലയിലേക്ക്. സന്നിധാനത്തെ നിരവധി വികസന പദ്ധതികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുലാമാസ പൂജകൾക്കായി ഇന്ന് നട തുറക്കും. മേൽശാന്തി നറുക്കെടുപ്പ് നാളെ. അണ്ടർ-17 ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ജർമ്മനി കൊളംബിയയെ നേരിടും. പരാഗ്വേയുടെ എതിരാളി അമേരിക്ക. 10 ഹ്രസ്വചിത്രങ്ങൾ കോർത്തിണക്കി 10 സംവിധായകർ ചേർന്ന് ഒരുക്കിയ ചിത്രമാണ് ക്രോസ് റോഡ്. 10 നായികമാരും ഉണ്ടെന്നത് ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. ക്രോസ് റോഡിന്റെ പ്രദീപ് ചേരുന്നു കോട്ടയത്ത് നിന്നും. പ്രദീപ്, മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. പ്രദീപ്, ഈ ചിത്രത്തിലേക്ക് വരുന്നതിന് മുൻപായി ഏതാണ്ട് പ്രസിദ്ധരായ 10 പേരാണ് ഇതിൽ താങ്കളടക്കം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇത്തരമൊരു 10 സ്റ്റോറികളിൽ അതിൽ ലെനിൻ രാജേന്ദ്രനുണ്ട്, രാജീവ് രവിയുണ്ട്, മധുപാലുണ്ട്, നേമം പുഷ്പരാജുണ്ട്. ഇങ്ങനെ 10 ഡയറക്ടേഴ്സാണ്, മുഖ്യധാരയിലെ 10 ഡയറക്ടേഴ്സാണ് ഇത്തരമൊരു ചിത്രം കോർത്തിണക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് പ്രദീപ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? അല്ല, ഞങ്ങൾ സംവിധായകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഫോറം ഫോർ ബെറ്റർ ഫിലിംസ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായിട്ട് സിനിമയുടെ മികച്ച സംസ്കാരം എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് ഒരു സെമിനാർ നടത്തിയിരുന്നു. ആ സെമിനാർ എന്ന് പറയുന്നത് പുതിയ ഗവൺമെൻറ് സ്ഥാനമേറ്റ ആ സമയത്ത് എന്തായിരിക്കണം പുതിയ ഗവൺമെൻറ്റിൻ്റെ ഒരു ചലച്ചിത്ര നയം എന്നുള്ള രീതിയിലായിരുന്നു ആ സെമിനാർ. ആ സെമിനാറിന് ശേഷം അടുത്തതായിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോറം ഫോർ ബെറ്റർ ഫിലിംസ് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഒരു കൂട്ടായ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചനയിലാണ് എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാം എന്നുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചതും. അതനുസരിച്ചിട്ട് ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ഒരു 10 ഡയറക്ടേഴ്സ് ചേർന്നിട്ട് ഒരു സിനിമ ചെയ്യാമെന്ന് ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രമേയത്തെ വികസിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ആ പ്രമേയം ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഈ കാലത്തെ സ്ത്രീ എന്നുള്ളതായിരുന്നു. ഈ കാലത്തെ സ്ത്രീ എന്നുള്ള അടിസ്ഥാന പ്രമേയത്തെ ആസ്പദമാക്കിയിട്ട് ഓരോ സംവിധായകരും അവരുടേതായ വിഷയങ്ങൾ കണ്ടെത്തുകയും അത് ഞങ്ങൾ കൂട്ടായിരുന്ന് ചർച്ച ചെയ്തിട്ട് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ സിനിമ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയുക, വളരെ പ്രശസ്തരായ കുറച്ച് നിർമ്മാതാക്കൾ ഞങ്ങളോട് സഹകരിച്ചു. ബേബി മാത്യൂസ്, സമതീരം, അനിലമ്പലക്കര, അതുപോലെ തന്നെ നവാഗത നിർമ്മാതാക്കളായ നാസർ, ബോബിൻ, അങ്ങനെയൊക്കെയുള്ള ഒരു 10ഓളം നിർമ്മാതാക്കളും ഞങ്ങളോട് ഇതിനു വേണ്ടി സഹകരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമ ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനും തിയേറ്ററിൽ എത്തിക്കാനും കഴിഞ്ഞത്. പ്രദീപ്, ഇതിൻ്റെ ഒരു വാണിജ്യ ഘടകം പരിശോധിച്ചാൽ, പ്രത്യേകിച്ചും ഈ സ്ത്രീ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകളുടെ ഒരു കമേഴ്സ്യൽ സ്വീകാര്യത എത്രത്തോളമാണ് കേരളത്തിൽ? പ്രത്യേകിച്ചും സിനിമ ഒരു രസിപ്പിക്കൽ എന്ന നിലയിലാണ് നമ്മുടെ ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും അതിനെ കാണുന്നത്. ഇത്തരം ഗൗരവമുള്ള സിനിമകൾ തിയേറ്ററുകൾ വിജയിപ്പിച്ചെടുക്കുക, സാമ്പത്തികമായി വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം സ്ത്രീ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ ആലോചിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നിയില്ലേ? അല്ലെങ്കിൽ ഇതിൻ്റെ സാമ്പത്തിക വിജയത്തെക്കുറിച്ച് ആശങ്കയില്ലേ? തീർച്ചയായിട്ടും അല്ല. സാമ്പത്തിക വിജയം എന്നതിനുപരിയായിട്ട് ഞങ്ങളിന്ന് ആ സിനിമ തുടങ്ങുന്ന സമയത്ത് ആലോചിച്ചത് ഒരു മികച്ച പ്രമേയം കണ്ടെത്തി. അതായത് കാലത്തെ സ്ത്രീകളുമായിട്ട് ഏറ്റവും അധികം പൊരുത്തപ്പെടുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന ആ പ്രതിസന്ധികളെ ഉൾക്കൊള്ളുന്ന പ്രമേയങ്ങൾ കണ്ടെത്താനും അതിനെ സിനിമയാക്കാനും ആണ് ഞങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ വാണിജ്യപരമായ സാധ്യത അല്ലെങ്കിൽ വാണിജ്യപരമായ ഘടകങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാകണം എന്നുള്ള അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മികച്ച സിനിമ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചിന്ത. ഈ വാണിജ്യപരമായിട്ടുള്ള സാധ്യതയും
വാണിജ്യപരമായുള്ള വിജയവും ഞങ്ങൾ സിനിമ പൂർത്തീകരിച്ചതിന് ശേഷം എങ്ങനെയായിരിക്കണം അതിനെ വാണിജ്യപരമായിട്ട് എത്തിക്കേണ്ടതെന്നുള്ള ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അത് തിയേറ്ററിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. അത് അവിടെ തന്നെ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു പ്രദീപ്. കാരണം അവിടെ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. നമ്മുടെ ലോക നിലവാരത്തിലുള്ള സംവിധായകരുള്ള സ്ഥലമാണ് കേരളം. നമ്മുടെ സിനിമയെ, മലയാള സിനിമയെ ലോക നിലവാരത്തിൽ എത്തിച്ചിട്ടുള്ള ഒരുപാട് സംവിധായകർ നമുക്കുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ അടക്കം. ഞാൻ അവരുടെ പേരുകളൊന്നും എടുത്തെടുത്ത് പറയുന്നില്ല, താങ്കൾക്ക് അതിൻ്റെ പശ്ചാത്തലമൊക്കെ അറിയാമല്ലോ. പക്ഷേ ഇവരുടെയൊക്കെ സിനിമകൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് അതിനൊരു സ്വീകാര്യത ഇല്ലാതെ പോകുന്നത്? ഒരു വാണിജ്യ ഘടകം തീർച്ചയായിട്ടും ഇതിന് ആവശ്യമാണ്. കാരണം സിനിമ എന്ന് പറയുന്നത് പൈസ കൊണ്ടുള്ളൊരു കളി കൂടിയാണ്. അതിനെ വെറും ഒരു ബൗദ്ധികമായിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു വിനിമയം എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ സാമ്പത്തിക ഘടകം വലിയ ഇത് തന്നെയാണ്. മുടക്കിയ മുതൽ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഏതൊരു നിർമ്മാതാവിനെ സംബന്ധിച്ചും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അയാളെ സംബന്ധിച്ചും ലാഭം അയാൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുറേ അധികം പുതുമുഖ നിർമ്മാതാക്കൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അവർക്ക് ഇത്തരം ഒരു പരീക്ഷണ ചിത്രത്തിൽ അവർ ആത്മസംതൃപ്തി ലഭിച്ചെന്നിരിക്കാം ഒരു പക്ഷേ.